ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ സെയിൽ വീഡിയോ ഇടാനായിട്ട് ആമ്പലൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഒന്ന് ചെറുതായിട്ടൊരു വെയിലൊക്കെ വരുന്നുണ്ട്. മഴ പെയ്യത്തില്ല എന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് ടെറസിൻ്റെ മുകളിൽ കയറാനോ ഇറങ്ങാനോ വയ്യാത്ത ഒരു സ്റ്റേജാണ്. ഇതാ കണ്ട, നമുക്ക് പുറത്തൂടെയാണ് സ്റ്റെയർ ഉള്ളത്. അപ്പോൾ കയറുന്നത് ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചൊക്കെ കയറും. പക്ഷേ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഈ സ്റ്റെപ്പെല്ലാം നല്ല തെന്നുമാണ്. കണ്ട, പായൽ പിടിച്ചങ്ങ് കിടക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമുക്ക് പുറമേ അല്ലേ, മഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ചെടിയൊക്കെ ആയതുകൊണ്ട് ചെടിയുടെ ഇലയും എല്ലാം വീണ് ഭയങ്കര പായലാണ്. ഇറങ്ങുന്നതും കയറുന്നതും എല്ലാം സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മുകളിൽ നിന്ന് തന്നെ വീണ് പോവും. അപ്പോൾ ഇന്നൊരു 4-6-7 പാക്കിങ് ഉണ്ടായിരുന്നു. അത് രാവിലെ തന്നെ ഹസ്ബൻഡ് പോകുന്നതിന് മുന്നേ തന്നെ എടുത്ത് പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടാണ് പോയത്. പിന്നീടൊന്നും ടെറസിൻ്റെ മുകളിൽ കയറണ്ട എന്ന് വെച്ചാൽ അത്രയ്ക്ക് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാമല്ലോ. ഇതൊന്നും നമുക്ക് പരിഹാരം ചെയ്യാൻ പെട്ടെന്ന് പറ്റത്തില്ല. ഇത്രയും ചെളി കിടക്കുന്നത് കാരണം പായലുമൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നും കൂടുതൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്ന് കടയിൽ ഷോപ്പിൽ പോയാലും ഈ ബ്ലീച്ചിങ് പൗഡർ ഒരു 10 എണ്ണമൊക്കെയാണ് വാങ്ങിച്ച് വെച്ചേക്കുന്നത് എപ്പോഴും. ഇപ്പോൾ തീർന്നു, ഇനി 2 എണ്ണേ ഉള്ളൂ. അപ്പം മുകളിലും ഞാൻ ഷീറ്റില്ലാത്ത ഭാഗത്ത് കുറച്ച് ഇത് ഇന്നലെ ഇവിടെ കുറച്ചൊന്ന് തെന്നിപ്പോയി കാല്. അതുകൊണ്ട് എനിക്കും തന്നെയും പേടിയാണ് മുകളിൽ കയറാനും ഇറങ്ങാനും ഒക്കെ. നമ്മൾ പെട്ടെന്നായിരിക്കും കയറുന്നത്, ട്യൂബർ എടുക്കാനും എല്ലാം ആമ്പലെടുക്കാനും എല്ലാം കയറുന്നത്. ഇനിയിപ്പോൾ സൈഡിലൊന്നും തേക്കാനുള്ള ബ്ലീച്ചിങ് പൗഡർ ഇല്ല. ആകെ 2 പാക്കറ്റേ ഉള്ളൂ. എനിക്ക് കയറുന്ന ഭാഗത്തൂടെ എനിക്കിന്ന് ചെയ്യാനായിട്ടുണ്ട്. പക്ഷേ സ്റ്റെപ്പ് അത്യാവശ്യമാണ്. മുകളിൽ നിന്ന് വീണു പോയാൽ പിന്നെ തീർന്നില്ലേ. അതൊരു പേടിയായിപ്പോയി എനിക്ക് ഇന്നലെ ഒന്ന് തെന്നിയത് കാരണം. അതുകൊണ്ട് ഞാൻ രാവിലെ എല്ലാം പാക്ക് ചെയ്തൊക്കെ വച്ച് കഴിഞ്ഞു. പക്ഷേ ഹസ്ബൻഡ് പോയി കഴിഞ്ഞ് ഇന്നലെ അല്പം വെയിലുള്ളത് കൊണ്ട് ഞാൻ പതുക്കെ ബ്ലീച്ചിങ് പൗഡറും എടുത്തിട്ട് ഇറങ്ങി ഇങ്ങോട്ട്. അപ്പം നമ്മളിത് തേച്ചൊക്കെ ഇട്ടിരുന്നാലുണ്ടല്ലോ, മഴ പെയ്യുന്ന സമയത്ത് അതങ്ങ് കുറേ അങ്ങ് പായൽ പോവും. പായലും അഴുക്കുമായിട്ടൊക്കെ അങ്ങ് പോവും. ഇല്ലെങ്കിൽ മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഓസെടുത്ത് കഴുകി വെള്ളം ഇറക്കാമെന്ന് വിചാരിച്ചേക്കുകയാണ്. ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. നിങ്ങളുമൊക്കെ ടെറസിൻ്റെ മുകളിലൊക്കെ കയറുന്നതെല്ലാം നല്ല കെയറിങ് ആയിരിക്കണം കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ മഴ പരുവത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ലെങ്കിൽ ചെടിയും ഇല്ല. നമ്മൾ നോക്കുന്നത് പോലെ നമ്മുടെ ഹസ്ബൻഡിനോ ഒന്നും ആ ചെടിയൊന്നും നോക്കാനൊന്നും അറിയില്ല. അപ്പം നമ്മളൊന്ന് കിടന്നു പോയി കഴിഞ്ഞാൽ ഞാൻ കുറേ അനുഭവിച്ചതാണ് ഒരു വീഴ്ചയിൽ. അപ്പം അതുപോലെ എല്ലാവരും സൂക്ഷിച്ച് വേണം കേട്ടോ. കുറച്ച് ബ്ലീച്ചിങ് പൗഡറൊക്കെ വാങ്ങി വീട്ടിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ തേച്ചിട്ടിരുന്നാലേ ഉണ്ടല്ലോ, മഴ പെയ്യുന്ന സമയത്ത് നമുക്കത് പിടിച്ച് കഴിഞ്ഞ് അഴുക്കെല്ലാം പോയി വെള്ളം മഴയും കൂടെ പെയ്യുന്നതുകൊണ്ട് പിന്നെ നമ്മൾ കഴുകി ഇറക്കേണ്ടതായ ആവശ്യം വരത്തില്ല. ഇവിടെയൊക്കെയാണ് ഇന്നലെയൊക്കെ തെന്നിപ്പോയി. എനിക്ക് അതോടെ എനിക്ക് പേടിയായിപ്പോയി ഇന്നലെ. ഞാൻ പിന്നെ ഇന്ന് രാവിലെ പതുക്കെ ഇവിടെയൊക്കെ കണ്ടോ ലാൻഡിങ്ങിൽ കണ്ടോ. അപ്പോൾ ഇന്നലെ എനിക്കങ്ങ് നല്ലവണ്ണം അങ്ങ് പേടിയായിപ്പോയി തെന്നിയത് കാരണം. അപ്പോൾ ഇന്ന് വിചാരിച്ച് ഇന്ന് ചെടിയുടെ കൂടെ ഒന്നും വലുതായിട്ട് നിന്നില്ലെങ്കിലും ഇതൊന്ന് തേച്ചൊക്കെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ പിങ്കിക്കുട്ടിയും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് തേച്ച് എപ്പോഴും ഇട്ടേക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് അവളെ തുറന്ന് വിടത്തില്ല ഞാൻ. മഴയായിട്ടൊന്നും വിടത്തില്ല, കാലിലൊക്കെ ചെളിയാവുമെന്ന് വിചാരിച്ചിട്ട് അകത്ത് കിടക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ലവണ്ണം തേച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നല്ല പണി കിട്ടും മഴയത്ത്. പണിയെന്ന് പറഞ്ഞാൽ വമ്പം പണി കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചങ്ങ് ഇന്നൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെയൊക്കെ ടെറസിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെയാണോ, ഇതുപോലെയൊക്കെ കിടക്കുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ബ്ലീച്ചിങ് പൗഡർ വാങ്ങിയിട്ട് ഇതുപോലെയൊക്കെ തേച്ചൊക്കെ ഇട്ടാൽ മതി. മഴ പെയ്യുന്ന സമയത്ത് അതങ്ങ് നീറ്റായിക്കൊള്ളതാ. ഒരു പാക്കറ്റ് വാങ്ങിച്ചപ്പോൾ ഇത്രയാണ് കിട്ടിയത്. എന്നിട്ട് നല്ലവണ്ണമൊന്നും ഞാൻ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. എന്നാലും കുറച്ചൊക്കെ ഇട്ടു. പിന്നെ മുകളിലും കൂടെ കുറച്ച് ഇടാനുണ്ട് ഞാൻ നടന്നു പോകുന്ന ഭാഗത്ത്. പക്ഷേ ഞാൻ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഷീറ്റ് ഇട്ടേക്കുന്ന ഭാഗത്ത് എനിക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ, അങ്ങനെ തെന്നത്തില്ല, പായലില്ല. പക്ഷേ അല്ലാതെ ഷീറ്റ് ഇല്ലാത്ത സ്ഥലത്താണ് എനിക്ക് നല്ല പായലൊക്കെ ഉള്ളത്. എന്താ ടെറസിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ആയിപ്പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെയൊക്കെ ഒന്ന് ഒരല്പം തെന്നിയാൽ മതിയല്ലോ, നമ്മളെ കൈയും കാലും ഒക്കെ ഓടിയും.
അങ്ങനെയാണ്. ഇപ്പോൾ ടെറസിൻ്റെ മുകളും കണ്ട ഇവിടെ എല്ലാം. പക്ഷേ കുറേ ടബ് മാറ്റിയപ്പോൾ കുറച്ചൊരു വെളിച്ചം വീണതാണ്. ഇവിടെ കണ്ട ഇവിടെയും നല്ല തെന്നലായിരുന്നു. ഇന്നലെ പതുക്കെ നടക്കാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ ടെറസിൻ്റെ മുകളിലൊക്കെ ഇതുപോലെയാണോ? ഞാൻ ഈ ഷീറ്റ് ഇട്ടേക്കുന്നത് കൊണ്ട് ഇത്രയും ഭാഗത്ത് വലിയ പ്രശ്നമില്ല. എന്നാലും എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയാണ്. ഇപ്പോൾ ഒരു വീഴ്ച കഴിഞ്ഞ് ഞാൻ നല്ല അനുഭവിച്ചില്ലേ, അതുകൊണ്ട് ഒച്ചെല്ലാം ഇറങ്ങി നടപ്പുണ്ട് കേട്ടോ. തറയിൽ ഒച്ചെല്ലാം ഇറങ്ങി നടക്കുവാണ്. ഇതാ ഉണ്ടോ ഒച്ച്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വൃത്തിയാക്കൽ വീഡിയോ. അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഗോൾഡൻ സൺസെറ്റിനെ കൂടെ കാണിക്കാം. ഞാൻ മേളിൽ കയറി ട്യൂബർ എടുക്കാനായിട്ട് വന്നു. പക്ഷേ ഇപ്പോഴാണ് അപ്പോൾ വിരിഞ്ഞില്ലായിരുന്നു. ഞാൻ ചേട്ടൻ പോകുന്നതിന് മുന്നേ വന്ന് ട്യൂബറൊക്കെ എടുത്തു. അപ്പോൾ ഇപ്പോഴാണ് ഇത് വിരിഞ്ഞ് നിൽക്കുന്നത് കാണുന്നത്. ഫ്ലവറിങ്ങൊക്കെ കുറവാണ്. ഇന്നലത്തെ പഞ്ചമിയൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോയി, എല്ലാം പോയി, വെള്ളത്തിൽ വീണ് കിടക്കുന്നു. അവിടെ ലക്ഷ്മിക്കുട്ടിയുണ്ട് അവിടെ, അതിന് വിരിയിച്ച് കൊടുക്കണം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇത്രയും കൂടെ തേച്ച് കഴുകി കളഞ്ഞതിന് ശേഷം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലത്തെ ട്യൂബേഴ്സ് എല്ലാം കഴിഞ്ഞില്ല. 1-2 കൂടെ എനിക്ക് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. മഹിമയും കാവേരിയും. വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ 2-3 ആമ്പൽ വേണമെന്നുണ്ടെങ്കിലും വാട്സപ്പിൽ ചോദിച്ചാൽ മതി. ഏതൊക്കെയാണുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നൊരു വൃത്തിയാക്കൽ വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ടെറസിൻ്റെ മുകളും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇത്രയും ബുദ്ധിമുട്ടിയൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാം എന്ന് വിചാരിച്ചു. എല്ലാവരും ശ്രദ്ധിച്ച് മുകളിൽ കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യണം. അപ്പം എൻ്റെ കൊച്ചു ഗാർഡനൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ ഒട്ടും മടിക്കണ്ട. ഓക്കെ, താങ്ക് യു.